വീട് കടത്ത് തേങ്ങ മാങ്ങത്തെ കാറ്റ് സാറിന് പിന്നെ എവിടെ പുറത്ത് കിട്ടിയ തീർക്കുനാണ്. മാഷേ, അധ്യാപകന് നേരെ കൊലവിളി നടത്താൻ ഒരു +1 വിദ്യാർത്ഥിക്ക് ധൈര്യം ലഭിക്കുകയായിരുന്നു. ഇതിന് യഥാർത്ഥത്തിൽ ഇവിടുത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനൊക്കെ പ്രധാന പങ്കില്ലേ? കാരണം ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഈ കുട്ടിയൊക്കെ വളരുന്നത്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ പങ്ക് മാത്രമല്ല അതിൽ നമ്മൾ പൊതുവെ പരിശോധിക്കേണ്ടത്. നമ്മളുടെ കുടുംബങ്ങളിൽ രക്ഷകർത്താക്കൾ എന്ത് നിലപാടാണ് അവരുടെ കുട്ടികളോട് പുലർത്തുന്നത് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ശരിയാണ്, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ പലപ്പോഴും ഇത്തരം കുട്ടികളുടെ നിർമ്മിതിക്ക് ആവശ്യമായിട്ടുള്ള ഇന്ധനം പകരുന്നുണ്ട്. അവർ പലപ്പോഴും അവരെ പഠിപ്പിക്കുന്നതായിട്ടുള്ള പ്രിൻസിപ്പലിനെ ശവമൊരുക്കുക, റീത്ത് വെക്കുക, അതേപോലെ തന്നെ അവരിരുന്ന കസേര കത്തിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ പ്രിൻസിപ്പൽ എന്ന് പറയുന്നതായിട്ടുള്ള പ്രതീകത്തെയാണ് അവർ കത്തിക്കുകയും അതുപോലെ ശവക്കുഴിയിൽ അടക്കം ചെയ്യുകയും ചെയ്യുന്നത്. അത് കണ്ടാണ് അവരുടെ പിന്നാലെ വരുന്നതായിട്ടുള്ള കുട്ടികൾ പഠിക്കുന്നത് എന്നതാണ് വിദ്യാർത്ഥി സംഘടന നൽകുന്ന ഏറ്റവും മോശമായിട്ടുള്ള മെസ്സേജ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. പക്ഷെ അതിനെതിരെ ശക്തമായിട്ട് സമൂഹത്തിലെ അഭിപ്രായ പ്രകടനങ്ങൾ ഉയർന്നു വരികയും അത് ശരിയല്ല എന്ന് സ്ഥാപിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എന്താണ്? ഇന്നത്തെ നമ്മളുടെ കുടുംബങ്ങൾ എന്താ? കുടുംബത്തിൽ കുട്ടികളെ ആരാണ് പരിഗണിക്കുന്നത്? ആരാണ് അവർ പരിശോധിക്കുന്നത്? ആരാണ് അവരെ നിയന്ത്രിക്കുന്നത്? ആരും നിയന്ത്രിക്കുന്നില്ല എന്നോ. അച്ഛനും അമ്മയും രാവിലെ വീട്ടിൽ നിന്നിറങ്ങും. എന്തിനാണ്? കുട്ടികളെ പഠിപ്പിക്കുന്നതിനും കുട്ടികളെ തീറ്റിപ്പോറ്റുന്നതിനും വേണ്ടി, പണം ഉണ്ടാക്കാൻ വേണ്ടി തൊഴിലെടുക്കാൻ പോകും. അവർ തിരിച്ചു വരുന്ന സമയത്ത് ഈ കുട്ടികളെ ശ്രദ്ധിക്കാൻ അവർക്ക് നേരമില്ല. വീണ്ടും അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ കുടുംബത്തിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതരാണ്. കുട്ടികൾ അങ്ങനെ ആരാലും പരിഗണിക്കപ്പെടാത്തവരായിട്ട് വളർന്നു വരികയാണ് ചെയ്യുന്നത്. അവർക്കൊരു മാർഗദർശനം നൽകാൻ ആരുമില്ല. ഈ കുട്ടികൾ സ്കൂളിലേക്ക് ചെല്ലുന്ന സമയത്ത് ഇതേപോലെ തന്നെ സർവതന്ത്ര സ്വതന്ത്രരായാണ് ചെല്ലുന്നത്. അതിനിടയിലാണ് സർക്കാർ കൊണ്ടുവന്നൊരു നിയമം, കുട്ടികളെ ചൂരലിനടിക്കാൻ പാടില്ല. കുട്ടികളെ ചൂരലിനടിച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ രക്ഷകർത്താവോ പോലീസിൽ പരാതിപ്പെട്ടാൽ അധ്യാപകനെ പിടിച്ച് ജയിലിലിടും. ഇതൊക്കെ എന്ത് തരത്തിലുള്ള മെസ്സേജസ് ആണ് സമൂഹത്തിലേക്ക് നടങ്ങുന്നത് എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പം നമ്മൾ കണ്ട വീഡിയോ എന്ന് പറയുന്നത്. ആ വീഡിയോയിൽ കുട്ടി അധ്യാപകനോട്, പ്രിൻസിപ്പലിനോട് പറയാൻ, നിങ്ങൾ എന്നെ ടോർച്ചർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്തിനാണ് ഫോൺ പിടിച്ചു വെച്ചത്? നിങ്ങൾ എന്തിനാ എൻ്റെ ഫോൺ പിടിച്ചെടുത്തു? ആ ഫോൺ തന്നില്ല എങ്കിൽ നിങ്ങളെ പുറത്തിറക്കാൻ ഞാൻ കുത്തിക്കീറി കളയുന്നൊക്കെയാണ് പറയുന്നത്. എന്ത് ഭാഷയാണ് ഇവനെ എവിടെ നിന്നാണ് ഇതൊക്കെ പഠിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഒരു മനുഷ്യനെ കുത്തിക്കീറി കളയും, അല്ലെങ്കിൽ ബലൂൺ പോലെ പൊട്ടിച്ചളയും എന്നൊക്കെ പറയാനായിട്ട് അത് ആരാണ്? പ്രിൻസിപ്പലിനോടാണ് പറയുന്നത്. അപ്പോൾ പ്രധാന അധ്യാപകനോട്, അതേപോലെ തന്നെ ക്ലാസ്സിൽ ഇവരുടെ ക്ലാസ് ടീച്ചറൊക്കെ ഉണ്ടാകും. ആ ക്ലാസ് ടീച്ചറായിരിക്കും ഫോൺ പിടിച്ചുകൊണ്ട് വെക്കാറും പ്രിൻസിപ്പലിനെ കൊടുത്തിട്ടുള്ളതാണ്. പല സ്കൂളുകളിലും പല സ്കൂളുകളിലും അനുവദനീയമാണ്, പല സ്കൂളുകളിലും അത് അനുവദനീയമല്ല. കുട്ടികൾക്ക് എന്തിനാണ് ഫോൺ കൊടുക്കുന്നത് ചോദിച്ചാൽ അതിന് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവുണ്ട്. എന്താണ്? കുട്ടികൾ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ മൊബൈലിലാണ് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. എങ്കിൽ പിന്നെ അവന് സ്കൂളിൽ വിടണ്ട, ഒരു മൊബൈൽ വാങ്ങിച്ച് വീട്ടിൽ വെച്ച് ഇരുത്തിയാൽ മതി. അതാണ് നല്ലത്. സ്കൂളുകളിൽ എന്ന് പറയുന്നത് അവന് പഠിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഈ പുതിയ കാലം എന്ന് പറയുന്നത് തകർന്ന് തരിപ്പണമാകും. സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പഴയ കാലത്ത് തന്നെ നമ്മളെ നേതാക്കൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ്? സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ ഭാവി പൗരന്മാരെ വാർത്തെടുക്കുന്ന ഒരു കേന്ദ്രമാണ് എന്നുള്ളതാണ്. ഈ ഭാവി പൗരന് വാർത്തെടുക്കുക എന്ന് പറയുന്നത് അവന് കുറച്ച് ഇൻഫർമേഷൻസ് കൈമാറിയിട്ടല്ല, അവൻ്റെ സ്വഭാവ രൂപീകരണം, ഏത് രീതിയിലൊക്കെയാണ് അവൻ വളർന്നു വരേണ്ടത്, സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ടത് എന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ കാഴ്ചപ്പാടുകളും ഇനി സ്കൂളിൽ നിന്ന് ലഭിക്കേണ്ടത് ആവശ്യമാണ്. സോഷ്യലൈസേഷൻ പ്രോസസ് ഉണ്ട്, സാമൂഹ്യവൽക്കരണ പ്രക്രിയ എന്ന് പറയും. ഒരു കുട്ടി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ആ കുട്ടി എങ്ങനെയാണ് സമൂഹത്തിൽ മറ്റംഗങ്ങൾക്കിടയിൽ ഇടപെടുകയും പെരുമാറുകയും ചെയ്യേണ്ടത്, അതിൻ്റെ പാഠം, അത് സിലബസിലുള്ള പാഠമല്ല, സ്കൂളിൽ ഇരുന്ന് പഠിക്കേണ്ട പാഠമാണ്. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് നല്ലൊരു മനുഷ്യനായി മാറേണ്ടത്, മറ്റുള്ള മനുഷ്യരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, അതെല്ലാം പഠിക്കുന്നതിനുള്ള കേന്ദ്രമായിട്ടാണ് മാറുന്നത്. അതിന് പകരമാണ് അവൻ്റെ കയ്യിൽ കൊണ്ടു നടക്കുന്നതായിട്ടുള്ള മൊബൈലാണ് ഇപ്പോൾ അവനെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മൊബൈലിൽ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവൻ എല്ലാ സമയത്തും മൊബൈലിൽ തന്നെയാണ്. മൊബൈലിൽ ഇങ്ങനെ ചുണ്ണാമ്പ് തീർക്കുന്ന പ്രക്രിയ എന്ന് പല കാരണന്മാരും പറയുന്ന പോലെ ടച്ച് സ്ക്രീനിൽ അവനിങ്ങനെ കൈയോടിച്ചുകൊണ്ടിരിക്കും. അവൻ്റെ മുന്നിലൂടെ ലോകം കടന്നുപോകും, അവൻ്റെ മുന്നിലൂടെ റീൽസ് കടന്നുപോകും, അവൻ്റെ മുന്നിലൂടെ പലതരത്തിലുള്ള ലൈംഗിക ആഭാസങ്ങളും കടന്നുപോകും. അവൻ കാണാൻ പാടില്ലാത്തതും പഠിക്കാൻ പാടില്ലാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവൻ്റെ അകത്ത് നിന്ന് പഠിക്കും.
അങ്ങനെ വളരെ അസംസ്കൃതമായ ഒരു ചിത്തത്തോടുകൂടി മനസ്സോടുകൂടി പുറത്തു വരുന്ന ഒരു കുട്ടിയായിട്ട് ഈ കുട്ടി മാറിത്തരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് +1 പഠിക്കുന്ന ഈ കുട്ടിക്ക് അധ്യാപകന്റെ മുന്നിൽ കസരയിൽ കയറിയിരുന്ന് കാലും കയറ്റി വെച്ച് അധ്യാപകനെ ഭീഷണിപ്പെടുത്താനും പുറത്തിറങ്ങി തന്നെ നിന്റെ പണിയാൻ തീർത്തുകളെ എന്ന് പറയുന്ന ഗുണ്ടാവാചകം ചൊല്ലാനും കഴിയും. അല്ല, അതിന് പക്ഷെ ഈ കുട്ടിക്ക് അതാണ് ഞാൻ ചോദിച്ചത്, നമ്മുടെ രാഷ്ട്രീയം കോളേജ് ക്യാമ്പസുകളുടെ രാഷ്ട്രീയത്തിൽ ധൈര്യപൂർവ്വം വിദ്യാർത്ഥികൾ അധ്യാപകന്മാരെ ചീത്ത വിളിക്കുന്നതും അല്ലെങ്കിൽ അവർക്ക് നേരെ പ്രതിഷേധവും ഒക്കെ നടത്തുന്നതാണ് ഇവരെല്ലാവരും കാണുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഈ +1 പഠിക്കുന്ന വിദ്യാർത്ഥി അതിനെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഇതൊരു ഓർഗനൈസ്ഡ് ക്രൈമാണ് ശരിക്കും പറഞ്ഞത്. വിദ്യാർത്ഥി സംഘടനകൾ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിന് പകരമായിട്ട് തെമ്മാടിത്തമാണ് അവർ നിർവഹിക്കുന്നെങ്കിൽ അത് തെമ്മാടിത്തമായാലും ഗൗരവമുള്ള രാഷ്ട്രീയ പ്രവർത്തനം ആയിക്കഴിഞ്ഞാൽ അതായത് അതിന് തുടർച്ചയുണ്ട്. അതെ, അധ്യാപകന് മുമ്പിൽ ഇരുന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുക എന്ന് പറയുന്നത് എന്തോ വലിയ വീരപരിവേഷമാണ്, എന്തോ അധ്യാപകനെ വെല്ലുവിളിക്കൽ മാത്രമല്ല, നമ്മളിത് അധ്യാപകനെ വെല്ലുവിളിക്കുന്ന ഒരു കാര്യം കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇവൻ അധ്യാപനെ മാത്രമല്ല, അച്ഛനെയൊക്കെ അവൻ പറയും. അവൻ പറയുന്ന സാധനം വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ തന്റെ കാലിയം വെട്ടി കളയുന്നവൻ പറയും. ആ അച്ഛൻ അവന്റെ മുമ്പിൽ പതുങ്ങി കിടക്കുകയാണ്. അമ്മയോട് അങ്ങനെയാണ് സംസാരിക്കുന്നത്. പഠിക്കാനായിട്ട് അമ്മ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും പഠിപ്പ് എന്ന് പറയാം. നിങ്ങൾ എന്ത് കേട്ടിട്ടാ എൻ്റെ തുള്ളാണ് എന്നൊക്കെ പറഞ്ഞ് അമ്മമാരെ എന്ത് ചെയ്യുന്നു, ചാടിക്കുന്നു, തുള്ളിക്കുന്നു. ഇതൊക്കെ സാധാരണ എല്ലാ വീടുകളും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന. ഇങ്ങനെ കുട്ടികളെ മാറ്റിയെടുക്കുന്നതിൽ നമ്മുടെ സമൂഹത്തിൽ രാഷ്ട്രീയത്തിനൊരു പങ്കുണ്ട്, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനൊരു പങ്കുണ്ട്, അതേപോലെ സാമൂഹ്യ ജീവിതത്തിനൊരു പങ്കുണ്ട്, കുടുംബജീവിതത്തിന് പങ്ക്. എന്താണ് ഇപ്പോഴത്തെ കുടുംബങ്ങളുടെ സ്ഥിതി? പലരും ന്യൂക്ലിയർ ഫാമിലി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംവിധാനത്തിനകത്താണ്. ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ. എന്നിട്ട് ഈ മകനെയും മകളെയും ഇങ്ങനെ തോളിലേറ്റി കൊണ്ടു നടക്കുകയാണ് ചെയ്യുന്നത്. അവരെന്ത് വൃത്തികേടുകൾ ചെയ്താലും ശാസിക്കില്ല കാരണന്മാർ. നിങ്ങൾ ഒരച്ഛനെ അമ്മയെ വിളിച്ച് ചോദിക്കും, നിങ്ങളുടെ മകനെ അല്ലെങ്കിൽ നിങ്ങളുടെ മകളെ നിങ്ങൾ എപ്പോഴെങ്കിലും ശാസിച്ചിട്ടുണ്ട്, എപ്പോഴെങ്കിലും ശിക്ഷിച്ചിട്ടുണ്ട്? അപ്പൊ ഇല്ല എന്ന് പറയുള്ളൂ. ഇല്ലെന്നേ പറയാൻ പറ്റുള്ളൂ. ശിക്ഷിക്കണം. അല്ല, നമ്മൾ ഈ ജീവിതം എന്ന് പറയുന്ന ഒരു തരം ശിക്ഷണ പ്രക്രിയ കൂടിയാണ്. പലപ്പോഴും നമ്മളതിനെ എതിർക്കാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിരുവിട്ട് മോശമായിട്ടുള്ള രീതിയിൽ മാറിയത് കൊണ്ടാണ്. അല്ല, ഈ ഒരു കുട്ടിയുടെ ഈ ഒരു അവസ്ഥ നമുക്ക് കാണുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിന് നമ്മൾ അധ്യാപക സമൂഹത്തിനും അതോടൊപ്പം തന്നെ സ്കൂളിലൊക്കെ വലിയ പങ്കില്ലെന്നും കൂടി നമ്മൾ ചോദിക്കുന്നുണ്ട്. കാരണം ഒരു സമയത്തൊക്കെ ഇപ്പോഴത് ഇല്ലെങ്കിലും ഒരു സമയത്തൊക്കെ സ്കൂളിൽ പോവുക, പഠിക്കാൻ വേണ്ടി പോവുക എന്ന് പറയുന്നത് ഒരു ബോറടി പ്രക്രിയയായിട്ടാണ് പല കുട്ടികളും കണ്ടിരുന്നത്. കാരണം അത്രയും വളരെ രസകരമായിട്ട് സ്വീകരിക്കേണ്ട ഒരു സംഗതിയെ ബോറടിയായിട്ട് മാറ്റി തീർത്തത് ആരാണെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമില്ലേ? അല്ല, അതിൽ അധ്യാപകർക്ക് വലിയ പങ്കുണ്ട്. ടോൾസ്റ്റോയുടെ കാലത്ത് പോലും ടോൾസ്റ്റോയി കാര്യം പറഞ്ഞിട്ടുണ്ട്. സ്കൂളിലേക്ക് പഠിക്കാൻ വരുന്നതായിട്ടുള്ള കുട്ടിയെ അവർ തല്ലിയും ഉപദ്രവിച്ചും, സ്കൂൾ എന്ന് പറയുന്നത് കയറാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് അല്ലെങ്കിൽ ഇരിക്കാൻ പാടില്ലാത്തൊരു സ്ഥലമാണെന്ന് ഈ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്, ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അവരോട് ടോൾസ്റ്റോയ് ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വീണ്ടും സ്കൂളിൽ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. സ്കൂൾ കാലം എന്ന് പറയുന്നത് അവരെ ബോറടിയുടെ മാത്രമല്ല മുരടിപ്പിന്റെയും അസഹിഷ്ണുതയുടെയും ഒക്കെ ഒരു കേന്ദ്രമാക്കി മാറ്റി. അങ്ങനെയല്ലല്ലോ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. കുട്ടികൾക്ക് കൂടുതൽ വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അവരെ വിവരത്തിന്റെ ലോകത്തേക്ക് കൈപിടിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സ്വപ്ന പദ്ധതിയാണ് ഒരു വശത്ത് വിദ്യാഭ്യാസം എന്ന് പറയും. അത് പക്ഷെ ഒരിക്കലും നടക്കുന്നില്ല. ടീച്ചേഴ്സിന് അതിനനുസരിച്ച് ട്രെയിനിങ് കൊടുക്കണം. ആ ട്രെയിനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ അവരെ കൺസെപ്റ്റ് മനസ്സിലാക്കി കുട്ടിയെ വളർത്തി വലുതാക്കി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. ആ കൺസെപ്റ്റ് കുട്ടിയുടെ മനസ്സിൽ വിതക്കുന്ന സമയത്ത് മാത്രമാണ് കുട്ടി നല്ല രീതിയിൽ സ്പ്രൗട്ട് ചെയ്യുകയുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ കുട്ടിയെ വികസിപ്പിച്ചെടുക്കുന്ന ഒരു പ്രക്രിയയ്ക്ക് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സൗകര്യമില്ലാതായി കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സ്കൂളുകൾ നിങ്ങൾ പരിശോധിച്ചു, അവിടെ ആരാ ഉള്ളത്? അവിടെ സാധാരണ സ്കൂളുകളിലൊക്കെ ഒരു പുരുഷനുണ്ടാവും, ബാക്കിയുള്ള മുഴുവൻ സ്ത്രീ ടീച്ചേഴ്സാണ്. എന്നുവെച്ചാൽ ഈ അധ്യാപനം എന്ന് പറയുന്നത് ഒരു പെൺ തൊഴിലായി, സ്ത്രീ തൊഴിലായി മാറ്റം ചെയ്യപ്പെട്ട ഒരു കാലം കൂടിയാണ് നമ്മളുടെ. സ്ത്രീകൾ പഠിപ്പിച്ചുകൊണ്ട് ചീത്തയായി പോകുന്നതല്ല പറയണം. എല്ലാ സ്ഥലത്തും ബാലൻസ് ആവശ്യമാണ്. ആവശ്യത്തിന് ആണ് സാറന്മാരും അതുപോലെ പെണ്ണ് സാറന്മാരും ഒക്കെ ഉള്ള ഒരു സ്കൂൾ ആവിഷ്കരിച്ചിട്ട് ആവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങളൊക്കെ അവിടെ നിർവഹിക്കാനായിട്ട് കഴിയും. അതൊരു ഫിസിക്കൽ ഫോഴ്സിന്റെ കൂടി പ്രശ്നമാണ് ശരിക്കും. അല്ല, ഒരു കാലത്തൊക്കെ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മൾ ഇന്ന മാഷിന്റെ ലെക്ചർ കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊതിപൂർവ്വം ക്ലാസ്സിൽ വരാറുണ്ട്, അല്ലെങ്കിൽ ഇന്നയാളുടെ ഒരു ക്ലാസ് കേൾക്കാൻ അത് എത്ര കേട്ടാലും ബോറടിക്കില്ല. പക്ഷെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അത്തരം ലെക്ചർമാരോ അല്ലെങ്കിൽ അത്തരം അധ്യാപകരോ മിസ്സിംഗ് ആവുന്നു എന്നുള്ളൊരു പരാതി പലരും ഉന്നയിക്കാറുണ്ട്. അല്ല, ഇന്ന് നമുക്ക് മാസ്റ്റേഴ്സ് ഇല്ല സ്കൂളുകളിൽ. ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ മാസ്റ്റേഴ്സായിട്ട് മാറണം. മാസ്റ്റേഴ്സായിട്ട് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കുട്ടിയെ തന്നെ രൂപപ്പെടുത്തുന്ന ആളുകളാണ്. കുട്ടി മാറുകയാണ് ചെയ്യുന്നത് ഈ അധ്യാപകന്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത്.
അധ്യാപന രീതി, സ്വഭാവ രീതി ഒക്കെ ആ കുട്ടിയിൽ സ്വാധീനം ചെലുത്തി കുട്ടിയെ മാറ്റുകയാണ് ചെയ്യുന്നത്. ഇവരാണ് ഗ്രേറ്റ് മാസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്നത്. അത്തരം ഗ്രേറ്റ് മാസ്റ്റേഴ്സ് ഇന്നില്ല സ്കൂളുകൾ. കാരണം ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടിൻ്റെ മാറ്റമാണ്. ഒന്ന്, നമ്മുടെ സ്കൂളുകളെല്ലാം തന്നെ ഓൾ പ്രൊമോഷൻ്റെ കേന്ദ്രങ്ങളായി മാറി. എല്ലാ കുട്ടിയും ഒരു വർഷം ബെഞ്ചിലിരുത്തി അടുത്ത ക്ലാസ്സിലേക്ക് കയറ്റുന്ന ഒരു പരിപാടിയാണ്. അവിടെ അവൻ പഠിക്കുന്നുണ്ടോ പഠിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു വിഷയമല്ല. 1ാം ക്ലാസ് കഴിഞ്ഞു, 2ാം ക്ലാസ് കഴിഞ്ഞ് 10ാം ക്ലാസ് വരെ അവൻ ഇങ്ങനെ പോകും. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇനി +1 കയറുന്നത്. ആ +1ഉം +2ഉം ഇതേപോലെ തന്നെയാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവർക്ക് പലർക്കും എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല, അവരൊന്നും പഠിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കുറേയധികം കുട്ടികൾ പഠിക്കുന്നുണ്ട്, ബാക്കി ബഹുഭൂരിപക്ഷം കുട്ടികളും ഇത്തരത്തിലുള്ള കുട്ടികളായി മാറിത്തീരുകയാണ് ചെയ്യുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അധ്യാപകനാണ്. അധ്യാപകൻ എന്ന് പഴയ പോലത്തെ അധ്യാപകനല്ല. അവന്റെ നിർവചനം തന്നെ എന്താണ്? ഫെസിലിറ്റേറ്റർ എന്നാണ്, ടീച്ചർ എന്നല്ല. അപ്പൊ ഫെസിലിറ്റേറ്റർ എന്ന് പറഞ്ഞാൽ കുട്ടിയെ പഠിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു സഹായി എന്ന് മാത്രമാണ്. അയാൾ വെറുതെ ക്ലാസ്സിൽ നോക്കി നിൽക്കുന്ന ഒരാളായി മാറുകയാണ് ചെയ്യുന്നത്, കാഴ്ചക്കാരനാവാണ് ചെയ്യുന്നത്. അങ്ങനെ അധ്യാപകൻ കാഴ്ചക്കാരനായാൽ ആ അധ്യാപകൻ എന്ത് ചെയ്യാൻ പറ്റില്ല? കുട്ടിയെ സ്വാധീനിക്കാനായിട്ട് പറ്റില്ല. അത് മാറണം. അതൊക്കെ മാറിയാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ദുരന്ത ദൃശ്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതെ വരികയുള്ളൂ. ചൂരലിനെ കുട്ടികളെ അടിക്കേണ്ടതാണെങ്കിൽ അടിക്കണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾക്ക് എന്താണ്, നേരത്തെ നമ്മൾ പറയാറുണ്ട്, എന്താണ്, സ്പെയർ ദ റോഡ് ആൻഡ് സ്പോയിൽ ദ ചൈൽഡ്. അങ്ങനത്തെ ഒരു പ്രയോഗം കേട്ടിട്ടില്ലേ? ആ വടിയെടുത്ത് നമ്മൾ അവരെ അടിക്കുകയൊക്കെ ചെയ്ത് അവരെ ചീത്തയിൽ കളയാണ്, കുട്ടികളെ ചീത്തയും. അങ്ങനെ ശിക്ഷിച്ച് എത്രയോ കുട്ടികളെ മോശമായി കളഞ്ഞിട്ടുണ്ട് പഴയ കാലത്ത്, അല്ലേ? ഈ M. മുകുന്ദന്റെ ഒരു കഥയിൽ ഒരു CBSE സ്കൂളിൽ ഇതുമാതിരി തന്നെ ടീച്ചർ വളരെ മോശമായിട്ട് ആ കുട്ടിയോട് പെരുമാറിയപ്പോൾ ആ കുട്ടി പ്രതികാരം ചെയ്യാൻ തീരുമാനിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു കസേര, ടീച്ചർ എല്ലാ ദിവസം വന്നിരിക്കുന്നതായിട്ടുള്ള കസേരയിൽ അവൻ കോമ്പസ് കുത്തി വെക്കും താഴേന്ന്. ടീച്ചർ ആ കസേരയിൽ വന്നിരിക്കുന്നു, അയ്യോ എന്ന് പറയുന്ന നിലവിളികളുടെ മറിഞ്ഞു വീഴുന്നു. അതൊരു ദൃശ്യമാണ്. ആ കുട്ടിയുടെ മനസ്സിനകത്തുള്ള പക, അത്തരത്തിലുള്ള ഒരു പകയാണ് ഈ കുട്ടിക്കും ഉണ്ടാകുന്നത്. കുട്ടികളെ പകയുള്ള ആളുകളാക്കി വളർത്തി വികസിപ്പിക്കലല്ല വിദ്യാഭ്യാസത്തിന്റെ ജോലി എന്ന് പറയും. അവരെ കുറച്ച് മികച്ച തരത്തിൽ സാംസ്കാരിക മൂല്യമുള്ള, ധാർമ്മികതയുള്ള പൗരന്മാരാക്കി വളർത്തിയെടുക്കുക. അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സ്കൂളുകളിൽ നിന്ന് അവർക്ക് ലഭിക്കണം. അത് ലഭിക്കാതെ വരുമ്പോൾ ഇങ്ങനെയാണ് പ്രിൻസിപ്പളെ പുറത്തിട്ട് അടിക്കുമെന്നും കൊല്ലുമെന്നൊക്കെ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനങ്ങൾ ഇത്തരം കുട്ടികളിൽ നിന്നുണ്ടാകും.